ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങുന്ന സമയങ്ങളിൽ ആദ്യമായിട്ടൊക്കെ വാങ്ങിക്കുന്ന എക്യുപ്മെൻറ്റ്സിൽ ഒരെണ്ണമാണ് സ്പ്രേ ബോട്ടിൽ. നമ്മളെ ചെടികളെയൊക്കെ ആക്രമിക്കാൻ വരുന്ന വിരുദ്ധന്മാരെ വകവരുത്താൻ, അതുപോലെ തന്നെ കുറച്ചൊക്കെ ഫെർട്ടിലൈസേഴ്സ്, അതായത് ഈ ഫോളിയേജ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്. അതൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് എപ്പോഴും ഒരു സ്പ്രേ ബോട്ടിൽ അത്യാവശ്യം തന്നെയാണ്. മിക്കവാറും പേര് ആദ്യം വാങ്ങിക്കുന്നത് ഇങ്ങനത്തെ ഒരു സ്പ്രേ ബോട്ടിലായിരിക്കും. ഇത് 1 ലിറ്ററിൻ്റെ സ്പ്രേ ബോട്ടിലാണ്. വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു മോഡലാണിത്. കുറേ കാലമായിട്ട് തന്നെ ഇത് മാർക്കറ്റിലുണ്ട്. ഞാനിത് വാങ്ങിച്ചിട്ട് ഇതെൻ്റെ 3ാമത്തെ സ്പ്രേയറാണെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ലവണ്ണം ഈട് നിൽക്കുന്നൊരു സ്പ്രേയറാണിത്. നമ്മുടെ റൂഫ് ടോപ്പ് ഗാർഡനോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഗാർഡന് വേണ്ടിയിട്ടുള്ള യൂസ് ആണെങ്കിൽ ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. 1 ലിറ്റർ അതിനകത്ത് കൊള്ളും. അത്യാവശ്യം ഒരു ചെറിയൊരു സെറ്റ് ഓഫ് ചെടികൾക്കൊക്കെ നന്നായിട്ട് നനയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ സ്പ്രേയർ എന്ന് പറഞ്ഞാൽ പ്രഷർ സ്പ്രേയറാണ്. അതിനകത്ത് നമ്മളിങ്ങനെ പമ്പ് ചെയ്ത് ഇതിനകത്തേക്ക് എയർ പ്രഷർ കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തൊരു ട്രിഗർ അപ്ലൈ ചെയ്യുമ്പോഴേക്കും ആ പ്രഷർ കൊണ്ട് ഇതിനകത്തുള്ള വെള്ളവും ഇതിനകത്തുള്ള ഈ ഒരു നോസിൽ വഴി ഇത് നമ്മുടെ ചെടികളിലേക്ക് വീഴുന്ന രീതിയാണ് ഇതിനകത്ത്. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം കൈകൊണ്ട് തന്നെ എല്ലായിടവും എത്തുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്നൊരു സ്പ്രേയർ ആയതുകൊണ്ടാണ് ഇത് അത്യാവശ്യം നല്ല പോപ്പുലർ ആയിട്ടുള്ളത്. ഇത് കൂടാതെ നമ്മുടെ വീട്ടിലെ ചെറിയ ചെടികൾ, അതായത് ഇൻഡോർ വയ്ക്കുന്ന പ്ലാന്റ്സിനകത്തൊക്കെ വെള്ളം നനയ്ക്കാനും സക്ലൻസ് പോലുള്ള ചെടികളൊക്കെ നമ്മൾ ഇതിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു കുഞ്ഞ് സ്പ്രേയറാണ്. ഇത് നമ്മുടെ അകത്തെ യൂസിന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. മിക്കവാറും വെള്ളം സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഇതിനകത്ത് കീടനാശിനിയൊന്നും ഇതുവരെ എടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 ചെടികളെ മാത്രം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇതുപോലത്തെ ഒരു സ്പ്രേയറിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇതും അല്ലെങ്കിൽ നമുക്ക് ഇതുപോലുള്ള സ്പ്രേയറിൻ്റെ ആ ഹെഡ് മാത്രം വാങ്ങിക്കാൻ കിട്ടും. ഇത് നമ്മുടെ സാധാരണ സോഡയുടെ ബോട്ടിലുണ്ട്, സ്പ്രൈറ്റ് കൊക്കോക്കോള പോലുള്ള ബോട്ടിൽ, അതിനകത്തേക്ക് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു ഹെഡ് മാത്രം വാങ്ങിച്ചാൽ മതി. ഇതിനൊരു 20-30 രൂപയേ ഉള്ളൂ. സാധാരണ നമ്മൾ വാഴയൊക്കെ കളയുന്ന ഏതെങ്കിലും ഒരു സോഡയുടെ ബോട്ടിലിനകത്ത് ഇതിനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഈ ത്രെഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഡയുടെ ബോട്ടിലിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തേക്കുന്നതാണ്. മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ ഇത് ചേരത്തില്ല. അതുകൊണ്ട് ഇത് എപ്പോഴും നമ്മുടെ കൊക്കോക്കോള പോലുള്ള സോഡയുടെ ബോട്ടിലിനകത്താണ് ഇത് ചേരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിലുള്ള സോഡ ബോട്ടിൽ എടുക്കാൻ പറ്റും. 2 ലിറ്റർ ആയാലും ഇതിനകത്ത് ഏകദേശം ഇത്രയും നീളത്തിന് ഈ സ്ട്രോ ഇട്ടിട്ടുണ്ട്. ചെറിയ ബോട്ടിലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സ്ട്രോ കുറച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് അത്യാവശ്യം എക്കണോമിക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സ്പ്രേയറാണ്. അപ്പോൾ ഈ സ്പ്രേയറുകളെല്ലാം അത്യാവശ്യം ചെറിയൊരു ഗാർഡന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ലതാണ്. പക്ഷേ വലിയൊരു ഗാർഡന് ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കും. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ മിൻ സിസ്റ്റം കണ്ടിട്ടുണ്ടാവും. അത് ഇച്ചിരി ഹൈറ്റിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള ഇലയെല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്യാനും പറ്റും. അതുപോലെ ഇലയുടെ അടിഭാഗത്ത് നമുക്ക് ഇത് ഉപയോഗിച്ച് തന്നെ സ്പ്രേ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളിപ്പോൾ ഈ മഴമറ കെട്ടി ഇവിടെ കൃഷി തുടങ്ങിയതിന് ശേഷം നമ്മൾ മിക്കവാറും നിലത്താണ് കൃഷി. അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ഇതുകൊണ്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാനിന്നൊരു പുതിയ സ്പ്രേയർ വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ അൺബോക്സിങ്, അതിൻ്റെ ഫസ്റ്റ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസും പിന്നെ അത് എങ്ങനെ യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ഞാൻ സന്തോഷ്. ഇത് ഫ്രഷ് ലീവ്സ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ. ഞാൻ റൂഫ് ടോപ്പ് ചെയ്യുന്ന ഹൈഡ്രോപോണിക് ഫാമിംഗ്, പിന്നെ ഇതുപോലുള്ള കുറേ ഓർഗാനിക് ഫാമിങ്ങിൻ്റെ വിശേഷങ്ങളും അതിന് ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ടെക്നിക്സ് നിങ്ങളോട് വിവരിക്കുന്ന കുറച്ച് വീഡിയോകളാണ് ചാനലുള്ളത്. വീഡിയോകൾ മുടങ്ങാതെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഓൺ ചെയ്ത് വെച്ചിരിക്കും. ഞാൻ ഇതുപോലെ പുതിയ വീഡിയോകൾ ഇടുമ്പോഴേക്കും ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനാണ് ബെൽ ഐക്കൺ ഓൺ ആക്കി വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഇതുപോലത്തെ സ്പ്രേയർ ആണെങ്കിൽ നമ്മുടെ നിലത്ത് വെച്ചിരിക്കുന്ന ചെടിയാണെങ്കിൽ അതിൻ്റെ ഇലയുടെ അടിഭാഗത്തൊക്കെ കൊണ്ട് എത്തിച്ച് സ്പ്രേ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഒന്നിൽ നമ്മൾ നിലത്തിരുന്ന് ചെയ്യണം. അതുപോലെ ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 1 ലിറ്ററാണ്. ഇതിൻ്റെ 2 ലിറ്ററൊക്കെ വരുന്നുണ്ട്. എന്നാലും നമുക്ക് കയ്യിൽ ഇങ്ങനെ പിടിച്ച് സ്പ്രേ ചെയ്യാൻ പറ്റുന്ന ബോട്ടിൽ 1-2 ലിറ്റർ എന്ന് പറഞ്ഞാൽ ചെറിയ യൂസിനൊക്കെ പറ്റുള്ളൂ. ഒരുപാട് ചെടികളുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി റീഫിൽ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം 80% നമ്മളെ വളം അല്ലെങ്കിൽ കീടനാശിനി മിക്സറായിരിക്കും. അതിനുശേഷം ഒരു 20% സ്പേസിലാണ് നമ്മൾ എയർ നിറയ്ക്കുന്നത്. അപ്പോൾ ഇനിഷ്യലിയൊക്കെ എയർ നിറയ്ക്കുമ്പോഴേക്കും കുറച്ച് സ്പേസ് ഉണ്ടാവുള്ളൂ പ്രഷർ പിടിച്ചിരിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോയി പമ്പ് ചെയ്യേണ്ടി വരും. കുറച്ചൊക്കെ താഴെ പോകുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഒരുപാട് ചെടികളുണ്ടെങ്കിൽ ഇത് വെച്ച് സ്പ്രേ ചെയ്യുന്നത് അത്രയ്ക്ക് ഈസി ആയിട്ടുള്ളൊരു കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ 5 ലിറ്ററിൻ്റെ ഒരു സ്പ്രേയർ വാങ്ങിച്ചിട്ടുണ്ട്. അതിന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് പോകാം. സോ ഫ്രണ്ട്സ്, നമ്മൾ ഓർഡർ ചെയ്ത സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു ബിഗ് ഹാറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ നിന്നാണ് വാങ്ങിച്ചത്. ഒരു ഓൺലൈൻ സൈറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. ആമസോണിലൊക്കെ ഇതിൻ്റെ ഒരുപാട് വെർഷൻസ് ഉണ്ട്. 5 ലിറ്ററിൻ്റെ 8 ലിറ്ററിൻ്റെ ഒക്കെ ഉണ്ട്. പക്ഷേ അത് മിക്കതും ചൈനീസ് പ്രോഡക്റ്റാണ്. അപ്പോൾ ഒരു ഇന്ത്യൻ പ്രോഡക്റ്റ് നോക്കിയാണ് ഇവരുടെ ഇതിൽ ബിഗ് ഹാർട്ട് എന്ന് പറഞ്ഞ ഓൺലൈൻ സൈറ്റിനകത്ത് ഒരു ഇന്ത്യൻ പ്രോഡക്റ്റ് ഉള്ളത്. അങ്ങനെ അവിടെ നിന്ന് ഓർഡർ ചെയ്തു. അത്യാവശ്യം വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഡെലിവറി ചെയ്തു. സംഭവം ഇത് ഈ കണ്ടീഷനിൽ എത്തിയിട്ട് നമുക്ക് തുറന്ന് നോക്കിയാൽ അറിയാവുള്ളൂ അകത്തുള്ള കണ്ടീഷൻ എങ്ങനെ. നമുക്ക് തുറന്ന് നോക്കാം. കുഴപ്പമില്ലാത്തൊരു പാക്കിങ്ങിലൊക്കെ തന്നെയാണ്. പുറത്തെ കവറിന് വലിയ കുഴപ്പമില്ല. അകത്തെ കവർ അത്യാവശ്യം കുറച്ചൊക്കെ ഞണങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പ്രഷർ സ്പ്രേയർ. ഇത് പാർട്സ് ആയിട്ടാണ് വരുന്നത്. നമ്മളിനി ഇതിനടുത്ത് അസംബിൾ ചെയ്യണം. ഇതിനോടൊപ്പം ഒരു ഹാൻഡിലുണ്ട്. പിന്നെ
ഇത് കുറച്ച് സീഡ്സാണ്, മല്ലിയുടെ വിത്ത്, രാംതരിയുടെ വിത്താണ്. ഒരു 1/2 കിലോ ഉണ്ട്. 1/2 കിലോ മല്ലിയുടെ വിത്ത് വാങ്ങിച്ചിട്ടുണ്ട്. പുതിയൊരു പരീക്ഷണമാണ്. നമ്മൾ പല രീതിയിൽ മല്ലി നമ്മൾ ഇട്ട് നോക്കിയിട്ട് വളരെ വളരെ കുറഞ്ഞ് ജെർമിനേഷനായിട്ട് കിട്ടിയിട്ടുള്ളത്. രാംതരിയുടെ സീഡ്സിന് അത്യാവശ്യം നല്ല ജെർമിനേഷനാണെന്ന് കേട്ടുകൊണ്ടാണ് ഇത് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതാണ് അടുത്ത നമ്മുടെ പരീക്ഷണം. അപ്പോൾ അത് സക്സസ്ഫുള്ളായിട്ട് വരികയാണെങ്കിൽ അതിൻ്റെ വീഡിയോ എന്തായാലും ചാനലിടാം. മല്ലി കൃഷി ഇതവിടെ ഇരിക്കട്ടെ. നമ്മുടെ ഇപ്പോഴത്തെ ടാർഗറ്റ് ഈ പമ്പാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഭാഗത്തായിട്ട് ട്യൂബൊക്കെ ചുറ്റി വെച്ചിട്ടുണ്ട്. നമ്മളിതിന് അസംബിൾ ചെയ്യണം. അതിന് ശേഷം ഇതാ ഒരു വള്ളി നമുക്ക് ഷോൾഡറിലൂടെ തൂക്കി ഇട്ടുകൊണ്ട് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷോൾഡർ സ്റ്റാപ്പ് ഉള്ളത്. വലിയ ബോറൊന്നുമില്ല, നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നു. നല്ല കട്ടിയുണ്ട്. 5 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി. ബാക്കി ഇൻസ്ട്രക്ഷൻസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ക്ലീൻ ചെയ്യേണ്ടത് എങ്ങനെയോ അതൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ ട്യൂബിലേക്ക് ഈ ഹാൻഡിൽ കണക്ട് ചെയ്യണം. അതാണ് അടുത്ത പരിപാടി. ഓക്കെ, ഈ ഓസിന് സൈഡിലായിട്ട് നമ്മുടെ ഒരു ട്രിഗറുണ്ട്. ഈ ട്രിഗർ ലോക്ക് ചെയ്യാൻ പറ്റുന്ന ട്രിഗറാണ്. ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വെച്ചാൽ മതി, സ്പ്രേ വന്നുകൊണ്ടിരിക്കും. എല്ലാ സമയത്ത് ആവശ്യത്തിന് മാത്രം സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് ലോക്ക് ചെയ്ത് വയ്ക്കാം. പിന്നെ ഇവിടെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മളിത് യൂസ് ചെയ്ത് നോക്കുമ്പോഴേക്കും മനസ്സിലാവും എന്തിനുള്ളതാണെന്ന്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു അറ്റത്ത് നമ്മൾ ഈ ഒരു നോസിലുണ്ടല്ലോ, നീളമുള്ള നോസിൽ ജസ്റ്റ് കണക്ട് ചെയ്യണം. ജസ്റ്റ് വെച്ചതിന് ശേഷം നമ്മുടെ വാഷർ പ്രോപ്പറായിട്ട് ഇട്ടതിന് ശേഷം ഇത് വെച്ച് അങ്ങ് ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ, നമ്മുടെ നോസിൽ റെഡിയായി. ഇതാണ് ഇതിൻ്റെ പമ്പ്. നമ്മൾ ഇത് വെച്ചിട്ടാണ് ഇതിനകത്തേക്ക് പ്രഷർ കയറ്റുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴത്തെ ഭാഗം നമുക്കിങ്ങനെ ഇളക്കിയെടുക്കാം. പമ്പ് സെറ്റ് മുഴുവനോടെ ഇളക്കിയെടുക്കാം. എന്നിട്ട് ഇതുവഴി നമുക്ക് പെസ്റ്റിസൈഡും അല്ലെങ്കിൽ വളമൊക്കെ മിക്സ് ചെയ്ത് ഇതിനകത്ത് ആഡ് ചെയ്തതിന് ശേഷം പമ്പ് തിരിച്ചടച്ചിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ട് പ്രഷർ ചെയ്തതിന് ശേഷം ഇതിനെ ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്യാൻ പറ്റും. ഈ ഭാഗത്തിരിക്കുന്ന ഒരു സേഫ്റ്റി വാൽവാണ്. അത്യാവശ്യം നല്ലോണം പ്രഷറായി കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രഷർ റിലീസ് ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ ഈ ആപ്ലിക്കേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഫെർട്ടിലൈസറോ പെസ്റ്റിസൈഡ് എന്തെങ്കിലും ഇതിനകത്ത് മിച്ചം ഉണ്ടെങ്കിൽ സ്റ്റോർ ചെയ്യാൻ നേരത്ത് നമ്മൾ എന്തായാലും ഇതിനകത്തുള്ള പ്രഷർ റിലീസ് ചെയ്തതിന് ശേഷം വേണം സൂക്ഷിച്ച് വയ്ക്കാനായിട്ട്. ആ സമയത്ത് നമുക്ക് ജസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുള്ള പ്രഷർ റിലീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ബേസിക്. ഇനി നമുക്കിതിനകത്ത് ഒരു ഫാം ട്രയൽ ചെയ്യണം. അപ്പോൾ ഇത് നമ്മുടെ പുതിയ ഫാമിൽ കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് ഇതിനെ ടെസ്റ്റ് ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് അവിടെ വെച്ച് പറഞ്ഞുതരാം. സോ ഫ്രണ്ട്സ്, നമ്മുടെ സ്പ്രെയർ ബോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ സൈഡിലേക്ക് നമ്മുടെ ആ ഒരു നോസിലുണ്ടല്ലോ അത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നീളമുള്ളതുകൊണ്ട് തന്നെ ചെടിയുടെ എല്ലാ ഭാഗത്തേക്കും ഇതെത്തും. അതുപോലെ തന്നെ ചെടിയുടെ ഇലയുടെ അടിഭാഗത്ത് നമുക്കിങ്ങനെ സ്പ്രേ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞാൽ. അതായത് നിലത്തിരുന്ന് ബുദ്ധിമുട്ടാണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ചെടിയുടെ ഇലയുടെ അടിഭാഗത്തൊക്കെ സ്പ്രേ ചെയ്യാൻ പറ്റും. അതാണ് ഇത്രയും നീളമുള്ള നോസിൽ അതുപോലെ ഇങ്ങനെ പെൻഡായിട്ടിരിക്കുന്നതുകൊണ്ടുള്ളൊരു ഗുണം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗാർഡനിൽ ഈ ചെടികൾക്കൊക്കെ ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിനകത്തേക്ക് ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്യാൻ പോവുകയാണ്. ഫിഷ് അമിനോ ആസിഡ് എന്താണെന്ന് നേരത്തെ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് ഉൾപ്പെടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വളരെ നല്ല ഒരു വളർച്ചാ ദുരിതവും പിന്നെ നല്ല ചെടികളൊക്കെ നല്ല ആരോഗ്യത്തോടെ വളരാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഫിഷ് അമിനോ ആസിഡ്. അപ്പോൾ ചെടിയുടെ പല ഘട്ടങ്ങളായിട്ട് നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇന്ന് അതിൻ്റെ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഈ പമ്പിൻ്റെ യൂണിറ്റ് ഊരിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ മുകളിലാണ് ഒരു ചെറിയൊരു ലോക്ക് സിസ്റ്റം ഉണ്ട്. ആ ലോക്ക് ഊരി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് പമ്പ് ചെയ്യാൻ പറ്റുന്നത്. പമ്പ് ചെയ്തതിന് ശേഷം ഈ ലോക്ക് സിസ്റ്റം തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളൂ. എന്നിട്ട് നമുക്കിത് ഹാൻഡിലായിട്ട് യൂസ് ചെയ്യാം. ഇതിൽ തൂക്കിക്കൊണ്ട് നടക്കാൻ പറ്റും. ന്യൂട്രിയൻസ് നിറയ്ക്കാനായിട്ട് നമുക്ക് ഇത് ഇളക്കിയെടുക്കാം, അല്ലെങ്കിൽ മെയിൻ യൂണിറ്റ് മൊത്തമായിട്ട് ഇളക്കിയെടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ഇത് ഇളക്കിയെടുത്തേക്കുന്നത്. അതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് 5 ലിറ്റർ വെള്ളമാണ് നിറയ്ക്കാൻ പോകുന്നത്. വെള്ളം നിറയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾക്ക് ഇതുപോലെ അരിച്ചെടുക്കാൻ പറ്റിയ അത്രത്തോളം നല്ലത്. ചെറിയ കരടൊന്നും കയറി നമ്മുടെ സ്പ്രെയറിൻ്റെ നോസിലിനകത്തൊന്നും ബ്ലോക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും അരിച്ചെടുക്കുന്നതാണ് ഉത്തമം. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് 5 ലിറ്റർ വെള്ളം നിറയ്ക്കാൻ പോവാണ്. ഇതിനകത്ത് മാർക്കിംഗ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ 5 ലിറ്ററിൻ്റെ മാർക്കിംഗ് ഇട്ടിട്ടുണ്ട്. മാക്സിമം നിറയ്ക്കാൻ പറ്റുന്നതും ഈ 5 ലിറ്റർ വരെയാണ്. എന്നാൽ നമുക്ക് ഇത്രയും സ്പേസ് നമുക്ക് എയർ പ്രഷർ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതിൽ കൂടുതൽ നിറയ്ക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പം ഞാൻ 5 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പമ്പ് തിരിച്ച് വെച്ചിട്ട് നന്നായിട്ട് മുറുക്കി അടയ്ക്കുക.
എന്നിട്ട് നമുക്ക് ഇതിനകത്ത് പ്രഷർ കൊടുക്കാം. കുറച്ച് പ്രഷർ ചെയ്യുമ്പോഴേക്കും ഈ ഹാൻഡിൽ നന്നായിട്ട് ടൈറ്റ് ചെയ്യുന്നിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ മനസ്സിലാക്കി ഇതിന് ആവശ്യത്തിനുള്ള എയർ കയറിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് നിർത്താം. എന്നിട്ട് ഇതിനകത്തേക്ക് താഴ്ത്തി തിരിച്ച് ലോക്കിംഗ് പൊസിഷനിലിടാം. എന്നിട്ട് നമുക്കിതിനെ ചെടികളിലേക്ക് സ്പ്രേ ചെയ്യാം. ഇതുണ്ടല്ലേ, നമുക്കിതിനെ ഇതുപോലെ ഈ ഹാൻഡിൽ തൂക്കി നടക്കാം, അല്ലെങ്കിൽ ഈ സ്ട്രാപ്പ് വെച്ച് ഷോൾഡറിലിട്ടിട്ട് കൊണ്ട് നടക്കാം. എന്നിട്ട് ഇതേ ചെടിയുടെ ഇലയുടെ അടിഭാഗത്തൊക്കെ ഇതുപോലെ നന്നായിട്ട് തന്നെ നനയ്ക്കാൻ പറ്റും. ചെടിയുടെ ഇലയുടെ അടിഭാഗത്താണ് വീഴുന്നത്, കണ്ടില്ലേ എന്ത് എളുപ്പം നനയ്ക്കാന്നുള്ളത്. സോ ഫ്രണ്ട്സ്, ഈ പ്രഷർ സ്പ്രേയറിനെ പറ്റിയുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക. കൂടാതെ കൃഷി സ്നേഹിക്കുന്ന മറ്റു കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ കൃഷി വിശേഷങ്ങളും പുതിയ വീഡിയോകളുമായി ഞാൻ വീണ്ടും വരാം. സോ സ്റ്റേ ട്യൂൺഡ്.